ലവ് ഫ്രം ടി വി അലക്സ് എന്നോ? അതാരാടാ ലെവൽ ഷിഫ്റ്റ്? അതാരാ? ഓസ്കാറോ? മാക്ക് എന്താ സർപ്രൈസ് ഉണ്ടായിരുന്നത്? മാക്ക് എന്തല്ലോ ചുമ്മാ പറയുന്ന, മനസ്സിലായോ? മാക്കിനൊന്നും വെറുതെ നമ്പിന നിങ്ങൾ ഊമ്പിന, അതാണ് അവസ്ഥ. വെറുതെ മാക്ക് പറയണ കേട്ടുകണ്ട് നിങ്ങൾ ഇതാക്കല്. മാക്ക് ചുമ്മാ ഓരോന്ന് തള്ളുന്നതാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല. ഷേക്ക് സൗണ്ടിലോ? എന്നും വരും ഈ സൗണ്ടിലോ. ഞാൻ സത്യം പറയട്ടെ, നമ്മള് രാവിലെ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം, നമ്മള് നോർമലി സ്ലീപ്പ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഇതൊന്നും ഇങ്ങോട്ട് പോയേ, ഒരു മിനിറ്റ് വണ്ടി ഊമ്പിട്ടാ. നമ്മൾ നോർമലി രാവിലെ ഒരു 8 മണി 9 മണിയൊക്കെ ആവും കടന്നുറങ്ങാൻ. പ്രത്യേകിച്ച് ഇന്നലെ ലൈവ് കഴിഞ്ഞതിന് ശേഷം രാവിലെ 6-7 മണി വരെ നമ്മൾ ഈസിയിൽ തന്നെ ആയിരുന്നു. കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, അടുത്ത സ്റ്റെപ്പിനെ പറ്റി ആലോചിച്ചു, ഇനി റെഡിയാക്കാനുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തു. ലൈവ് കഴിഞ്ഞതിന് ശേഷം ഇതേമാതിരി ബ്രാവ് വിളിച്ചിരുന്നു, അതേമാതിരി വേറെയും കുറേ ആൾക്കാരൊക്കെ ഇതേമാതിരി വിളിച്ചിരുന്നു. എല്ലാവരും കൂടെ ഉണ്ട്, ഇതാവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, ഡൗൺ ആവരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയച്ചു. ഡൗൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലെയറിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതെന്നല്ല. എന്നാൽ പോലും അലക്സ് നമുക്കൊരു വലിയൊരു അസറ്റായിരുന്നു ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ. അലക്സിനെ നമ്മൾ അങ്ങനെ കൊണ്ടുവന്നതുമായിരുന്നു. ഇന്നിപ്പോൾ എന്തൊക്കെയോ ലെവലൊക്കെ ഇരുന്ന് പറഞ്ഞെന്ന് കേട്ടു. എനിവേ അത് വിടുക, നമുക്ക് അതിലൊന്നും കൂടുതൽ പറയണമെന്നില്ല. അപ്പോൾ മൈക്കിൻ്റെ കേസ്, മൈക്ക് വാങ്ങാനൊന്നും പോകാൻ ടൈം കിട്ടില്ല മുത്തേ. രാവിലെ 8 മണി 9 മണി ആകുമ്പോൾ നമ്മൾ സൈഡാവും, കടന്നുറങ്ങും. പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു 4 മണി അല്ലെങ്കിൽ ഒരു 3-3:30 ഒക്കെ ആകുമ്പോഴേ നമ്മൾ നീച്ചുള്ളൂ. ആ സമയമാകുമ്പോൾ പിന്നെ പുറത്തിറങ്ങാനേ നമുക്ക് ടൈം കിട്ടൂല. അപ്പോൾ തന്നെ അടുത്ത പരിപാടികളായിട്ട് പോകേണ്ടി വരും. കുറുപ്പ് എവിടെയെന്നോ? കുറുപ്പുണ്ടല്ലോ. സർപ്രൈസ് എന്ന് പറയാനൊരു സാധനമൊന്നും ഇല്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ജസ്റ്റ് ഗ്യാങ് ഫോം ആവുന്ന ഡേറ്റ് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഗ്യാങ് ഫോം ആവട്ടെ. ഗ്യാങ് ഫോം ആവണ അന്ന് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മധുരം നമ്മൾ തരും, അത്രേ നമ്മൾ പറയണുള്ളൂ. അത് കൂടുതൽ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല പേഴ്സണലി. അത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നമ്മളെ കണ്ട് വിശ്വസിച്ച് നിൽക്കണ യു ഗൈസ് വിൽ നെവർ ഡിസപ്പോയിൻറ്റ്. അതാണ് എനിക്ക് എപ്പോഴും പറയാറുള്ളത്. അത് ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനോ ഉള്ളതൊന്നുമല്ല. അത് ഗ്യാങ് ഫോം ആവേണ്ട അന്ന് നിങ്ങൾക്ക് അതിൻ്റെതായ ടൈമിൽ ചെയ്തു തരേണ്ട സംഭവമാണ്. ജസ്റ്റ് വെയിറ്റ്. വൈ കോ ലീഡർ ചരണോ? ആരാ ചരനെ കോ ലീഡർ ആക്കി എന്ന് പറഞ്ഞത്? ടുഡേ സർപ്രൈസോ? എന്ത് സർപ്രൈസ്? ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ സത്യം. ഈ മാക്ക് എന്തെല്ലോ വിളിച്ച് പറയുന്ന ഈ പൊട്ടം അവിടെ ഇരുന്ന് കണ്ട് നിങ്ങളെ വെറുതെ പറ്റിക്കുന്നതാണ്. നിങ്ങൾ അതിലൊന്നും പോയിട്ട് വീയല്, എനിക്കതേ പറയാനുള്ളൂ. മാക്ക് ചുമ്മാ പറയുന്നടാ. എനിക്കറിയില്ല എന്ത് സർപ്രൈസ്. ഓൻ്റെ അടുത്ത് തന്നെ പോയി ചോദിച്ചു നോക്ക് എന്ത് സർപ്രൈസ് ഉണ്ടെന്ന്. ഞാൻ അറിഞ്ഞിട്ടില്ല. ആൾവേസ് ഡിസപ്പോയിൻറ്റഡോ? ദിസ് ടൈം നോ ബ്രദർ. നിങ്ങളെപ്പോഴും ഡിസപ്പോയിൻ്റ് ആയത് നമ്മൾ ലേറ്റ് ആയിട്ട് വന്നാൽ നമുക്ക്. നിങ്ങൾ സിനിമാറ്റിക്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആകെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് മേ ബി ഉണ്ടായിക്കണമെന്നുണ്ടെങ്കിൽ അത് ആ കെവിൻ്റെ സിനിമാറ്റിക്സ് ഇറക്കിയത് നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം ആക്കിയാണ്ട് നമ്മൾ അങ്ങനെ ഇറക്കാന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടാണ്, അല്ലാതെ ഒന്നുമല്ല. DC മാക്കിനെ വിളി. ശരിയാണല്ലോ, മാക്കിനൊന്ന് വിളിച്ചോട്ടെ. എന്താ ദിൽഷ ബ്രോ? താങ്ക് യു ഫോർ ദ 1 സബ്സ്ക്രിപ്ഷൻ. മീൻസ് ലോട്ട് ബ്രോ. ഹലോ, അവിടെ അണ്ടില്ലാത്തവരൊന്ന് VC ഒന്നാണ്. ആ നീ വാ. അയ്യോ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്. ഓൾറെഡി ഒരു FRP വീണു. ഞാൻ ഒന്നും ലീക്കാക്കിയില്ലല്ലോ. നീ എന്തെല്ലോ സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണ് സർപ്രൈസ്? അയ്യോ, അത് പറയാൻ പറ്റത്തില്ല. അത് മുമ്പേ ആണ് പറയാൻ പറ്റത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് പറയാൻ പറ്റൂല. എന്ത് എനിക്ക് സർപ്രൈസ്? കുറച്ച് മുന്നേ സർപ്രൈസ് എന്നല്ല, ഞാനൊരു തീരുമാനം പറയാനിരുന്നതാ, പക്ഷെ അത് പറയാൻ പറ്റൂല. അത് നീ എന്തെല്ലോ വെറുതെ ഈ പിള്ളേരോട് പറഞ്ഞിട്ട് അമ്മ സത്യം ഗൈസ്, ഇങ്ങനെ കള്ളനാ, ഇങ്ങനെ അറിയാതെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താന്നുള്ളത്. ചുമ്മാ പറയുന്ന ഗൈസ്. ഇല്ലല്ല എന്നെ വിൽക്കരുത്. പിന്നെ എന്നെ വിറ്റതാ.
ഞാൻ എന്തിനാണോ നിങ്ങളുടെ അടുത്ത് കള്ളം പറയുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ ചാറ്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഞാൻ നുണ പറയാറുണ്ടോ? നിങ്ങൾ പറ. എപ്പ ഞാൻ പറയാറുണ്ട്? ഞാനത് അങ്ങനൊന്നും പറയാറില്ല, മനസ്സിലായോ? ഇവ എന്തെല്ലോ പൊട്ടത്തരം കാട്ടിയിട്ട് ഓരോന്ന് തൊള്ളിന്ന് എടുത്ത് പറയും. ഇവന്റെ എപ്പോഴുള്ള പരിപാടിയാണ് ഗ്യാങ്ങിന്റെ എന്തെങ്കിലും ഒരു സാധനം പ്രൈവറ്റ് ആക്കി വെക്കുന്ന സാധനം ഇവൻ വന്ന് ലൈവിൽ ലീക്കാക്കും. അത് ഇന്ന് തുടങ്ങിയതാണോ? നിങ്ങൾ പറ, ഇന്ന് തുടങ്ങിയതാണോ? അല്ല, ഞാൻ ലീക്ക് ആക്കിയിട്ടില്ല. നിങ്ങൾ ഇത് വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കരുത്. ഇത് ശരിയായ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരാണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്യാങ് ഫോം ആവണ അന്നേ തരാനുള്ളൂ. അല്ലാത്തൊരു സാധനം എന്താന്നുള്ളത് എനിക്കറിയില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ മാക്കിന്റെ അടുത്ത് തന്നെ ചോദിച്ചു. എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയാത്ത കാര്യം ചോദിക്കണ്ട. എന്നെ വിറ്റ് ഗൈസ്, ഞാൻ പോണ്. ചാറ്റ് റീഫ്രഷ് ആയി. നോക്കിയ 1v7 ശരിക്കും കണ്ടായിരുന്നോ? ചെറുക്കന് ഭ്രാന്തായി. ആരെ അടിച്ചെന്നൂടെ നോക്കിയേക്കണേ. ആരെ? CVA 14K UK ഒരു 5 ഗ്യാങ് ഉണ്ടായിരുന്നു. ബോസ് 999 താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. മീൻസ് ലോട്ട് ബ്രോ. ബോസ് വീണ്ടും ചാമ്പി. എടാ ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ സർപ്രൈസ് എന്ന് പറയാൻ ഒന്നും ഇല്ല ഗൈസ്. സത്യം പറയാ, ഈ പൊട്ടം വെറുതെ പറയുന്ന. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് റിക്രൂട്ട്മെന്റ് ആയിങ്ങാണ്ട് നിങ്ങൾക്ക് ഗ്യാങ് ഫോം ആവണം അന്നും, ആ റിക്രൂട്ട്മെന്റ് അല്ലാതെയും വേറെ കുറച്ച് 1-2 സാധനങ്ങൾ നിങ്ങൾക്ക് ഗ്യാങ് ഫോം ആവണമെന്നും തരാനേ എനിക്കുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ സർപ്രൈസ് ഒന്നും ഇല്ല. അത് ഞാൻ ഇപ്പം എന്തായാലും പറയൂല. അത് എന്ത് സർപ്രൈസ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ അപ്പം അറിയേണ്ട കേസാണ്. അല്ലാതെ അതൊന്നും ഇപ്പം ഈ ലൈവിലിരുന്നുകൊണ്ട് ഇങ്ങനെ വന്നാണ്ട് ഡയലോഗ് അടിച്ച് പോണ പരിപാടിയല്ല അത്. FRP എന്താണെന്നറിയില്ല. VCയിൽ വിളിപ്പിച്ചിരുന്നു ഒന്ന്. എന്നെ VCയിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞു ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇങ്ങനൊരു FRP ഗ്യാങ്ങിനെതിരെ വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിമൂവ് ആവും. ഇപ്പം നിലവിലുള്ള FRPക്ക് എന്തായാലും ആക്ഷനും ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞേക്കണേ. അത് ആർക്കാന്നുള്ളത് അറിയില്ല, അത് നോക്കിയിട്ട് വേണം. അപ്പോൾ ഫൈനൽ വാർണിംഗ് അത് കൺസിഡറേഷൻ ഇതൊന്നും അല്ല, അത് എന്തോ ഒരു വാർണിംഗ് ആയിക്കാണ്ടാണ്. ഇനി നെക്സ്റ്റ് ടൈം ഗ്യാങ് റിമൂവലായിരിക്കും, അഥവാ ആപ്ലിക്കേഷൻ റിമൂവലായിരിക്കും എന്നുള്ളത് സ്ട്രിക്ട്ലി പറഞ്ഞേക്കണ്. പിള്ളേരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞേക്കണ് അനാവശ്യ വള്ളികളിലൊന്നും പോയിങ്ങാണ്ട് വള്ളി എടുക്കാൻ നിൽക്കരുതെന്ന് ഓൾറെഡി പറഞ്ഞു കൊടുത്തേ. നിങ്ങൾ ആദ്യം എനിക്ക് ചാറ്റിൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ വൈകുന്നേരം സ്ട്രീം ഇടണ ഈ ടക്കായി സക്കായി നോക്കിയ ഇവന്മാരൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അടി ഒരു 4 അടിച്ചോ, ഇട് ഒരു 1v7 അല്ലെങ്കിൽ ഒരു 1v5 ഒക്കെ എടുക്ക്. നിങ്ങൾ ഇതിങ്ങനെ മൂപ്പിച്ചു, മനസ്സിലായോ? നിങ്ങൾ മൂപ്പിച്ചിട്ടാണ് ഇവന്മാർ പോയി എടുക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഗ്യാങ് ആദ്യം ഒന്ന് ഫോം ആയിക്കോട്ടെ, എന്നിട്ട് ആക്കാം നമുക്ക് ഈ അടിയും ഇതൊക്കെ. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, നല്ല ഇഷ്ടം പോലെ പെരുന്നാളടി നടക്കൂ സിറ്റിയിൽ. കാരണം അത്രയും ഗ്യാങ് സിറ്റിയിൽ PvP സെഗ്മെൻ്റ് ആയങ്ങാണ്ട് അത്രയും കിടിലം പോലത്തെ ഗ്യാങ്ങുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ദിവസവും അടിയായിരിക്കും. RP എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ നിങ്ങൾക്ക് വളരെ അപൂർവേ ചിലപ്പോൾ ഇനി കുറച്ച് ദിവസത്തിന് കാണാൻ കഴിയുള്ളൂ. നല്ല രീതിക്ക് അടി ഉണ്ടാവും. അത് പിന്നെ ഇനി നമ്മൾ ഇല്ല, അത് ഞാൻ പറയണില്ല. അതൊക്കെ ഗ്യാങ് ഫോം ആവണം എന്ന് പറയാം. അപ്പോ അല്ലല്ല ഇല്ല, നീ സർപ്രൈസ് ഉണ്ട്. അല്ല എനിക്കറിയാം മേക്ക, നിന്നെ എനിക്കറിയാം. നീ ആദ്യം ഉണ്ടല്ലോ ഒരു മല ഉണ്ട് എന്ന് പറഞ്ഞു വെക്കും, എന്നിട്ട് ചെറിയൊരു കുന്നേജ് കാട്ടി കൊടുക്കുള്ളൂ. അതാണ് എന്റെ പ്രശ്നം. നമ്മൾ കുന്നുമ പിടിച്ചാൽ മതി, എന്നിട്ട് മല കാണിച്ചു കൊടുക്ക്. അങ്ങനെ ശീലിക്ക്, മനസ്സിലായോ? ഒന്നുമില്ല. പ്രണവ് PC ഉണ്ടോ? PCന്റെ കേസൊന്നും പറയണ്ട കേസ്. PC ഒക്കെ ഓൾറെഡി അതിന്റെ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് ഇപ്പൊ അതിൽ തന്നെ അലക്സ് ഒക്കെ പോയി നോക്കട്ടെ. അല്ല എന്നാലും എന്തായാലും അത് നമുക്ക് ചെയ്യാൻ കഴിയണമൊക്കെ മാക്സിമം നമ്മൾ ചെയ്യും. ആർക്കൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൊടുക്കുമ്പോൾ കാണാം. അതല്ല RP വിത്ത് ഉണ്ണിക്കുട്ടൻ അതാരാ? ഞാനൊന്ന് ഇറങ്ങുന്ന ശരി, ഞാൻ ലൈവ് നിർത്തുന്നു, എനിക്ക് ഫുഡ് കഴിക്കണം. ഞാൻ പോയിട്ട് വരാം. ഓക്കെ. നോക്കിയ ഡിസ്റ്റർബ് PC. ഞാൻ പറയട്ടെ, ചാടി കയറി കുഞ്ഞ് ഇവിടെ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല, മനസ്സിലായില്ലേ? നമ്മൾ ഇരുന്ന് നോക്കി ആലോചിച്ച് നമുക്ക് തോന്നണം ഡിസേർവിങ് ആണ് അല്ലെങ്കിൽ ഇതിന് ആപ്റ്റാണ് എന്നുള്ളത് നമുക്ക് തോന്നുന്ന ഒരു ടൈം വരാത്തോടത്തോളം കാലം നമ്മൾ ഇനി ആർക്കും ഒന്നും അങ്ങനെ ചെയ്യൂല എന്നുള്ളത് ഓൾറെഡി. ഇപ്പം എന്താ മീറ്റിംഗ് വിളിച്ചപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യം വന്നവർക്കൊക്കെ ആയിരിക്കും അതിൻ്റെതായ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ
അവസാനം വന്ന ആൾക്കാർ അങ്ങനെ മീൻസ് കമ്മിറ്റ്മെൻറ്റോട് കൂടി നിൽക്കണ, അല്ലെങ്കിൽ നമുക്ക് ആ ലോയാലിറ്റി ഒക്കെ നമുക്ക് പേഴ്സണലി നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ഒരു തോന്നൽ വരുന്ന സമയത്ത് മാത്രമേ നമ്മളിനി ചെയ്യുന്നുള്ളൂ. അല്ലാതെ ചാടി കയറി വരുന്നവർക്കൊക്കെ പാടെ പി സി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ. മാക്കേ ഒന്ന് ഇറങ്ങിപ്പോയാണ്, എന്തൊരു ഒച്ചപ്പാടാന്ന്. ഇവിടെ ഇരുന്ന് മുട്ടായി തിന്നു പറഞ്ഞിട്ടില്ല. മുട്ടായല്ല ഫുഡ്. ബൈ ബൈ. ഹൗ മെനി റിക്രൂട്ട്മെന്റ് നോട്ട് ഡിസൈഡഡ് ബ്രോ. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. ഗായ് സെലക്ഷൻ്റെ റോള് പോയിപ്പിച്ചു ഇൻ ഷെയ്ഖ് ഡി സി സെർവർ മെമ്പർ ലിസ്റ്റിൽ. സെലക്ഷൻ്റെ റോൾ പോയിപ്പിച്ചു ഇൻ ഷെയ്ഖ് ഡി സി സെർവർ മെമ്പർ ലിസ്റ്റിൽ. അതൊക്കെ റക്കൻ്റെ പണിക്കാരം, അതൊന്നും നമുക്കറിയില്ല. റോള് കൊടുക്കണം കൊടുക്കാതെക്കണമെന്ന് നമ്മളല്ല. ബിലാൽ ലീക്ക് ഇടുന്നോ? എന്ത് ബിലാലൊന്നും ലീക്കാക്കൂല. വെൻ ഗ്യാങ് ഫോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വീക്ക് ആയിരിക്കും ടൈം എന്നല്ലേ പറഞ്ഞത്. ആക്ച്വലി ബർഗണ്ടി അല്ല കേട്ടോ. ബർഗണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ പക്ക ബർഗണ്ടി കളർക്ക് ഇതാക്കണ്ട. നമ്മൾ റിക്വസ്റ്റ് ചെയ്തത് റെഡ് ടൈപ്പ് അല്ല. ആക്ച്വലി ഒരു റോയൽ ഡീപ്പ് പർപ്പിളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ബിലാലിട്ട ബർഗണ്ടി എന്നാക്കിയിട്ടതാ. അതിന് അവിടുന്ന് അപ്രൂവലൊക്കെ കിട്ടി, ഓല് ആക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഒന്ന് ശരിയാക്കാനൊക്കെ. 10 റിക്രൂട്ട്മെന്റ് ബിലാൽ പറഞ്ഞു. ഓൾറെഡി 25 പേര്, അല്ല 24ആയി. ഒരാള് അലക്സ് പോയി. 24 പ്ലേയേഴ്സിന്ന് 10 റിക്രൂട്ട് എടുത്തുകൊണ്ട് 34 പ്ലേയേഴ്സ് ആക്കി വെക്കുക. ഫാൽക്കൻ ബാൻ മാറിയോ? ഫാൽക്കൻ്റെ ബാന് നല്ല കാര്യം. ഞാൻ ലാസ്റ്റ് ടൈം കൂടി ഈഗിളിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളായിരുന്നു, ഫാൽക്കൻ്റെ ബാൻ എന്തെങ്കിലും മാറ്റാൻ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. മാറിയിട്ടില്ല. ഇതെന്താടാ ഒറ്റടിക്ക് ഈ വ്യൂ ഡ്രോപ്പ് വന്നത്? അങ്ങനെന്താ? എനിക്കിത് ബഗ്ഗാണോ? ഗൈസിൻ്റെ വാച്ചിങ് എത്രയാണ് കാണുന്നതെന്ന് അറിയോ? 3.2 ആണോ നിങ്ങൾക്ക് കാണുന്നത് വാച്ചിങ്? 2K കുറേ പേർക്ക് 2K അല്ലേ. ഇതിൻ്റെ 1.9 ആയി ഒറ്റടിക്കുക. അതെന്താ അങ്ങനെ? ഒറ്റ മിനിറ്റ്. അതെന്താ ഒറ്റടിക്കൊരു ഇത് ഡ്രോപ്പ് അങ്ങനെ വന്നേ? ഇല്ല, ഇതിൽ 3.2, ഇവിടെയും 3.2. പക്ഷെ എനിക്കറിയില്ല ഗൈസ്, എന്തോ ബഗ്ഗാണ് തോന്നുന്നുണ്ട്. 1M ഞാൻ പാരാ ഐശോ സ്പീഡോ. ടെമ്പററി ജി വി ഉണ്ടാവോ? ടെമ്പററി ജി വി നമ്മൾ നോക്കാം ഗൈസ്. നമ്മൾ കുറച്ച് നല്ല നല്ല പ്ലാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാക്സിമം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും. മനസ്സിലായില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എല്ലാം നമ്മൾ ചെയ്യും. ഡി സി നോക്കാം. കുറേ ദിവസമല്ലേ കഴിച്ച് ഡി സി നോക്കിയിട്ട്. ഒരു 10 മിനിറ്റ് ഡി സി നോക്കിയിട്ട് നമുക്ക് അങ്ങനെ സിറ്റി കയറാം. സിറ്റിയിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ട് ആക്ച്വലി.